കർണന് പോലും അസൂയ തോന്നുന്നതുമുള്ള KKR കവചമൊക്കെ എന്തായാലും പൊളിഞ്ഞു പാളീസായിട്ടുണ്ട്. ഇനി എന്തായിരിക്കും ദിവ്യ എസ് അയ്യരുടെ ഭാവി? ഭർത്താവ് തന്നെ രക്ഷകനാകേണ്ടി വരുന്ന ഒരു അവസ്ഥയാണോ ഉള്ളത്? ഈ പിണറായി സർക്കാരിന്റെ കീഴിൽ ഏറ്റവും അധികം പദവികൾ ഒരേ സമയം വഹിച്ച IAS ഓഫീസറാണ് ദിവ്യ എസ് അയ്യർ. മുഖ്യമന്ത്രി പിണറായിയുടെ കുടുംബാംഗങ്ങളുമായും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും ഏറെ അടുപ്പം പുലർത്തിയ ഒരു ഏക IAS ഓഫീസറും ദിവ്യ എസ് അയ്യർ തന്നെയാണ്. സീനിയർ IAS ഓഫീസർ ഇരിക്കേണ്ട വിഴിഞ്ഞം തുറമുഖത്തിന്റെ MD സ്ഥാനത്ത് ദിവ്യ എത്തിയതും ഈ ഒരു അടുപ്പം മുൻനിർത്തിയാണ് എന്നത് എന്തായാലും വ്യക്തമാണ്. ഈ ചുമതലയ്ക്ക് പുറമെ സാംസ്കാരിക വകുപ്പിന്റെയും കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ടിന്റെയും തലപ്പത്തും ദിവ്യ എസ് അയ്യർ തന്നെയാണ് ഇപ്പോഴുള്ളത്. ഈ ഇടതുപക്ഷ ഭരണത്തിൽ ഈ ഒരു പദവിയിലൊക്കെ ദിവ്യക്ക് ഇരിക്കാമെങ്കിൽ കോൺഗ്രസ് നേതാവായിട്ടുള്ള ഭർത്താവ് ഉള്ളപ്പോൾ UDF ഭരണകാലത്ത് ഏത് പദവിയിൽ വേണമെങ്കിലും ദിവ്യ എത്തിയാലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ ഭർത്താവ് KS ശബരിനാഥൻ തന്നെയാകും ദിവ്യ എസ് അയ്യർക്ക് KS കവചമായിട്ടുണ്ടാകുക. അക്കാര്യത്തിൽ എന്തായാലും ഒരു സംശയവും വേണ്ട. എന്നാൽ ഈ ഒരു കവചം കൊണ്ട് ഇത്തവണ ദിവ്യ എസ് അയ്യർക്ക് രക്ഷയുണ്ടാകുമോ എന്നത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. കാരണം ദിവ്യ എസ് അയ്യരുടെ പിണറായിയോടും അതുപോലെ തന്നെ CPM നേതാക്കളോടുമുള്ള പ്രീണന നയത്തിൽ എതിർപ്പുള്ള നിരവധി നേതാക്കൾ കോൺഗ്രസിൽ തന്നെയുണ്ട്. അവിടെ തന്നെയാണ് മുൻ MLA ആയിട്ടുള്ള ശബരിനാഥനെ കോർപ്പറേഷൻ കൗൺസിലറാക്കി ഒതുക്കിയിരുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകണമെന്ന ആവശ്യം ഉയർന്നപ്പോൾ ഒരിക്കലും കോൺഗ്രസിന് ജയിക്കാൻ കഴിയാത്ത നിയമം സീറ്റ് കൊടുത്തതും ദിവ്യ എസ് അയ്യരോടുള്ള ദേഷ്യത്തിന്റെ ഭാഗമായി എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. വീണ്ടും അരുവിക്കരയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് മന്ത്രിയാകാനുള്ള സുവർണാവസരമാണ് ഇതുമൂലം ശബരിനാഥന് നഷ്ടമായിരിക്കുന്നത്. ഈ ചട്ടം ലംഘിച്ച് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിനെ പ്രകീർത്തിച്ചതിന് ദിവ്യ എസ് അയ്യർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയിരുന്നത് തന്നെ കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റാണ്. ഈ ഒരു പരാതി ഇപ്പോഴും സെക്രട്ടേറിയറ്റിലെ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുന്നുണ്ട്. മുൻപ് മന്ത്രിയായിരിക്കെ K രാധാകൃഷ്ണനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തും ദിവ്യ എസ് അയ്യർ വിവാദം ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. ഈ ദിവ്യ എസ് അയ്യരുടെ ഈ പ്രവർത്തികളിലൊന്നും ചട്ടലംഘനവും പ്രോട്ടോകോൾ ലംഘനവും കാണാത്ത സർക്കാരാണ് സത്യസന്ധരായിട്ടുള്ള IAS ഓഫീസർമാരായ N പ്രശാന്തിനെയും B അശോകിനെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 9 തവണയാണ് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നത് നമ്മൾ എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഓർക്കണം. ഇക്കാര്യത്തിലൊക്കെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെ ശക്തമായിട്ടുള്ള എതിർപ്പുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ UDF നേതാക്കൾ അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിണറായി സർക്കാരിന്റെ വേണ്ടപ്പെട്ട IAS ഉദ്യോഗസ്ഥരെ മാറ്റുമെന്ന് തന്നെയാണ്. ഈ ചീഫ് സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്താൽ പോലും ഇനി എന്തായാലും അത്ഭുതപ്പെടാനില്ല. ഈ ഒരു സാഹചര്യത്തിൽ ശബരിനാഥന്റെ ഭാര്യയാണ് എന്ന് കരുതി ദിവ്യ എസ് അയ്യരെ പ്രധാന പദവിയിൽ തുടരാൻ അനുവദിച്ചാൽ അത് കോൺഗ്രസിനുള്ളിൽ മാത്രമല്ല UDF ഘടക കക്ഷികളിലും വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാക്കാൻ തന്നെ സാധ്യതയുണ്ട്. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ വീണ്ടും കർണന് പോലും അസൂയ തോന്നുന്ന ദിവ്യയുടെ KKR കവചവും തീർച്ചയായിട്ടും എന്തായാലും ചർച്ച ചെയ്യപ്പെടും.